നീറ്റ് പരീക്ഷയിൽ അട്ടിമറി നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥികൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകി. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതാണ് ചർച്ചയാകുന്നത്. ഇതിൽ അട്ടിമറിയുണ്ടെന്നാണ് പരാതി. 47 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചത് ഗ്രേസ് മാർക്കിലൂടെയാണെന്നും ഇതിൽ ക്രമക്കേടുണ്ടെന്നുമാണ് ആരോപണം. പരാതികളെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം അന്വേഷിക്കും. അതേസമയം 1ാം റാങ്കുകൾ വിശദീകരണവുമായി NTA രംഗത്തെത്തി. NCERT പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് NTA വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് വൈകിട്ടാണ് നീറ്റ് പരീക്ഷാഫലം വന്നത്. കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമടക്കം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ അട്ടിമറി ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വ്യാപക പ്രചാരണമാണ് നടത്തുന്നത്. 67 പേരും 720-ൽ 720 നേടി 1ാം റാങ്ക് നേടുന്നത് അസാധാരണമായ സംഭവമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കഴിഞ്ഞ തവണ 1ാം റാങ്ക് 1-2 പേർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവർക്ക് ഉൾപ്പെടെ 1ാം റാങ്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ അട്ടിമറി നടന്നുവെന്ന് ആരോപിച്ച് 100-ലധികം പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഇപ്പോഴത്തെ ആക്ഷേപങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും പരാതിക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും NTA വ്യക്തമാക്കി. ഔദ്യോഗിക വിശദീകരണം ഉടൻ പുറത്തിറക്കുമെന്നും NTA വൃത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു.